ഫ്രണ്ട്സ്, രാവിലെ നമ്മുടെ കാശിക്കുട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. കാശിക്കുട്ടന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അവനത് കഴിക്കണതാ. നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് പാലുപാത്രമൊക്കെ കഴുകാനുണ്ട്. പാലുപാത്രം എല്ലാം കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നറിയാം, നല്ല പൂ പോലത്തെ പാലപ്പവും, നല്ല അടിപൊളി പാലപ്പം കേട്ടോ. നല്ല സോഫ്റ്റ് പൂ പോലത്തെ പാലപ്പവും അതിൻ്റെ കൂടെ നല്ല സൂപ്പർ വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. വെജിറ്റബിൾ കറി നല്ല കുറുകി എടുത്ത നല്ല അടിപൊളി വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഉള്ളിൽ അങ്ങ് ചെല്ലുക. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഹലുവ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഹലുവ ഭയങ്കര ഇഷ്ടമാണ്. അതിന്ന് കാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് മേടിച്ച് വെച്ചിരുന്നത് അതിവിടെ കൊണ്ട് താഴെ തന്ന കേട്ടോ. അപ്പം ഞാൻ ഒരു പാലപ്പോ ഒരു ഇച്ചിരി വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഒരു മത്തിക്കഷ്ണമൊക്കെ എടുത്ത് രാവിലെ എന്നാൽ കഴിച്ചേച്ചങ്ങ് തുടങ്ങാമെന്ന് കരുതി. കഴിച്ചു കഴിഞ്ഞത് കഞ്ഞിക്കൊക്കെ വെള്ളം അടുപ്പിലോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തയ്യോ, ഇന്നലെ കോഴിത്തീറ്റ എടുത്തുകൊണ്ട് വന്നത് മാറിപ്പോയി, എന്നാൽ അത് കൊണ്ടൊന്ന് കൊടുത്തേച്ച് മാറി എടുത്തുകൊണ്ട് വരാമെന്ന് കരുതി കോഴിത്തീറ്റയും കൊണ്ട് പോവാണേ. ആ പോകുന്ന കൂട്ടത്തിൽ ഇട്ടിരിക്കുന്ന ടോപ്പ് കണ്ടോ, നല്ല അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കേട്ടോ. നല്ല സൂപ്പർ സാധനമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ. ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞെല്ലാം വന്ന് ഉച്ചക്കത്തേനുള്ള എല്ലാ ആഹാരമൊക്കെ റെഡിയായി. അപ്പം നല്ല അടിപൊളി ബീഫ്, തലേദിവസത്തെ അല്പം മോദക്കറി ഉണ്ടായിരുന്നു. തന്നെ മോദയുടെ ഒരു പീസാണ് ഈ കൈ വെച്ച് ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൈര് മുളക്, ക്യാബേജ് തോരൻ, മോര് കറി, അവിയൽ, നല്ല സൂപ്പർ അയിലക്കൊഴുവ വറുത്തത്, അയിലക്കൊഴുവ കറി, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പിടി അങ്ങ് പിടിക്കാം. ഡയറ്റാണ്, എന്നാലും വേണ്ടുമല്ല ഒരു പിടി. ഒരു ദിവസമൊക്കെ ഇച്ചിരി ഡയറ്റൊക്കെ ചീറ്റ് ചെയ്യാം. ഒരു വീഡിയോ എടുക്കുന്ന വ്യാജേനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാവുന്നേ. അപ്പം ഞാൻ ഇച്ചിരി ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. നോക്ക്, ഇങ്ങനെ കഴിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ? നല്ല കുഴച്ചിളക്കി ഇങ്ങനെ കൊണ്ട് ആസ്വദിച്ച് കഴിക്കണം. ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമാണല്ലേ ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ. ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടോ ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ. അതനുസരിച്ച് ആസ്വദിച്ച് എൻ്റെ തടിയും കൂടുന്നുണ്ട്. അത് മറ്റൊരു സത്യം. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് തിന്നണം. എന്ത് രുചിയാണെന്നറിയാമോ? വായിക്കൂടെ കപ്പലോടും മക്കളെ. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ. അതാണ് അതിനകത്തിലെ രസം. നല്ല അയിലക്കൊഴുവ വറുത്തത് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് തിന്നണം. ഇങ്ങനെ അത് മൊത്തത്തിൽ ഇങ്ങനെ ഞുള്ളി തിന്നുന്നതിനേക്കാളും ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കടിച്ച് വലിച്ച് തിന്നണം. അതാണ് കേട്ടോ, ഇങ്ങനെ തിന്നണം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കല്ലേ.